ഗുഡ് മോർണിംഗ്. അപ്പോൾ തന്നെ നമ്മൾ മുംബൈയിലെത്തി. ഫസ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്ഥലം കാണാൻ സൈഡ് വ്യൂവിന് ഇറങ്ങിയപ്പോഴേക്കും ഉഗ്രം മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ഛത്രപതി ശിവാജി ടെർമിനൽ 2-ലാണ്. ഇത് പണ്ടൊരു കൊട്ടാരമായിരുന്നു, പിന്നീട് അത് റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റുക ചെയ്തെന്നാണ് പറഞ്ഞത്. നമ്മളവിടെ ജസ്റ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ചുമ്മാ അതിലെ കൂടെ ട്രെയിൻ വരുന്നതും കണ്ടിരുന്നേ ഉള്ളൂ, എവിടെയും പോയൊന്നുമില്ല. അതിനുശേഷം നമ്മൾ അവിടുത്തെ മെയിൻ പാവ് ബജി കഴിച്ചു. ഈ സൈഡ് വ്യൂ, മുംബൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് മനസ്സിൽ വരുന്ന ഈ സാധനമാണല്ലോ. അതിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് ബെസ്റ്റ് പാവ് ബജി എവിടെയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ പാവ് ബജിയൊക്കെ കഴിച്ചു. അതിനുശേഷം അപ്പോഴേക്കും എൻ്റെ ചെരുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു, മഴയായിരുന്നല്ലോ ഓൾറെഡി. അതിനുശേഷം നമ്മളിതേ ഇങ്ങനെ മഴയത്തൂടെ മുംബൈയൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുമായിരുന്നു. അത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആയിരുന്നു നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. പിറ്റേ ദിവസത്തെ ചൂടിനപ്പോൾ നമ്മൾ വിചാരിച്ചു തലേന്ന് മഴയെ നന്നായി എന്നുള്ളത് കാര്യം. പക്ഷെ അന്ന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഈ മഴയത്ത് എല്ലായിടത്തും പോകാമെന്നുള്ളത്. പക്ഷേ അതും ഒരു വൈബ് തന്നെയായിരുന്നു. നമ്മൾ ഗേറ്റ് വേ എത്തിയപ്പോഴേക്കും അവിടെയെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം നമുക്ക് അറിയത്തില്ലായിരുന്നു കാരണം എന്താണെന്നുള്ളത്. ഈ പ്രാവിനെയൊക്കെ നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോയത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. സിനിമയെ കാണുന്ന പോലെ സിനിമയ്ക്ക് വേണ്ടി മാത്രം എക്സ്ട്രാ പെർമിഷനൊക്കെ എടുത്തിട്ടെങ്ങാണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. ഈ പ്രാവിനെയൊക്കെ പൂട്ടിയിട്ടേക്കുവാണ്, നമുക്ക് അവിടെ ഒന്നും കയറി എടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇവിടെ അന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മഴയായിരുന്നല്ലോ. ഇത് കടലിന് അടുത്തായതുകൊണ്ട് ടൈറ്റ്സ് വന്നിട്ട് അപകടങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പിന്നീട് അറിഞ്ഞത്. അതുകൊണ്ടായിരുന്നു അന്ന് അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു. അതൊരു ലോസായിരുന്നു എന്തായാലും. അതിനുശേഷം നമ്മൾ മറൈൻ ഡ്രൈവ് പോയി. മഴയത്ത് അടിപൊളി വൈബായിരുന്നു മറൈൻ ഡ്രൈവ് മുംബൈയുടെ. അതിനുശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു ഹാങ്ങിങ് പാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മുംബൈയിലൊക്കെ നമുക്ക് കുറേ പാർക്കുകൾ കാണാൻ പറ്റും. നല്ല വൈബുള്ള പാർക്കായിരുന്നു. മുംബൈന് ഒരു മുകളിലത്തെ വ്യൂ എന്ന് കാണുക എന്നുള്ളൊരു സംഭവമായിരുന്നു. നല്ല വൈബായിരുന്നു, നല്ല പീസ്ഫുൾ വൈബായിരുന്നു. പിന്നെ നമ്മൾ പോയത് സീലിംഗിലേക്കാണ്. സീലിംഗിൽ നമുക്ക് നിർത്തി ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ 80 കിലോമീറ്റർ സ്പീഡിൽ പൊക്കോണ്ടിരിക്കണം, നിർത്താണ്ട് പൊക്കോണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഫൈനൊക്കെ കിട്ടും, എന്തോ 1000 റുപ്പീസ് ഫൈനോ അങ്ങനെ എന്തോ കിട്ടുമെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്, അല്ലെങ്കിൽ ആ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നത്. നിർത്തി ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ സീലിംഗ് കണ്ടു. അത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ സീലിംഗ്. പിന്നെ നമ്മൾ വൈകിട്ട് ജുഹു ബീച്ചിൽ പോയി. നമ്മൾ വൈകിട്ട് ജുഹു ബീച്ചിലേ ഇറങ്ങി. ഇപ്പം മഴയില്ലായിരുന്നു, തിരിച്ചു കയറിയപ്പോഴേക്കും ഉഗ്രം മഴയായിരുന്നു. ഇതിൻ്റെ ചെറിയ ചെറിയ റീൽസും കാര്യങ്ങളും ഇതിൻ്റെ ഫോട്ടോസും ഒക്കെ ആയിട്ട് ഞാൻ ഇൻസ്റ്റ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് ഇൻസ്റ്റ ഫോളോ ചെയ്യുകയും കാണുകയും ചെയ്യുക. അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞു. ഓക്കെ, ബൈ.